ലോറി കണ്ടെത്തി എന്നുള്ള കാര്യം പോലും അവർക്ക് ആശ്വാസം നൽകുന്ന ഘടകമാണ്. അർജുൻ്റെ കുടുംബം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ദിവസം? എൽദോ, എന്തായാലും അർജുൻ ഇനി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട് ആ കുടുംബം. നാട്ടുകാരും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം, 10ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു, റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നു. ലോറി കണ്ടെത്തി എന്നുള്ളത് നമുക്ക് നേരിയ ആശ്വാസം പകരുന്നുണ്ടെങ്കിൽ പോലും ലോറിക്കകത്ത് അർജുൻ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, അതായത് കഴിഞ്ഞ ദിവസം അതായത് ഈ അർജുൻ്റെ മാതാവ് ഷീല വാർത്താ സമ്മേളനത്തിനിടയിൽ ആർമിയുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായില്ല, ആർമി വേണ്ട രീതിയിൽ സഹകരിച്ചില്ല എന്നുള്ളൊരു അത്തരത്തിലൊരു വൈകാരികമായി അവർ സംസാരിച്ചിരുന്നു. കാരണം നമുക്കറിയാം, ആദ്യത്തെ 16, 17, 18 ദിവസങ്ങളിലെല്ലാം തന്നെ കാര്യമായ റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും ഉണ്ടായില്ല. JCB ഉപയോഗിച്ചുകൊണ്ട് റോഡിലുണ്ടായിരുന്ന മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് നടന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൽ വലിയ വിമർശനം ഉണ്ടാവുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും കേരള സർക്കാരിൻ്റെ ഇടപെടലുമാണ് ഇത്രത്തോളം കാര്യങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സൈബർ ആക്രമണം ഈ കുടുംബം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അർജുൻ്റെ പ്രായമായ മാതാവിനെ പോലും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് യൂട്യൂബിൽ ചില യൂട്യൂബർമാരും മറ്റുമാണ് ഇത്തരത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ കുടുംബം.